ഹായ് ഹലോ എല്ലാവർക്കും എജിആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ബിസിനസ്സാണ് കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത്. ഇത് മിക്ക കൂട്ടുകാരും ചെയ്യുന്നതാണ്, എങ്കിൽ കൂടിയും ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഹെയർ ബാൻഡ് മേക്കിംഗ് ആണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ബീഡ്സ് വെച്ചിട്ടാണ് 3 ബീഡ് സ്റ്റോൺ വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. കളർഫുള്ളായിട്ടുള്ള കുറച്ച് സ്റ്റോണുകൾ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ മെറ്റൽ ബോയാണ് ഗോൾഡൻ കളർ എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് സെൻറ്റർ ക്ലിപ്പാണ് വരുന്നത്. സെൻറ്റർ ക്ലിപ്പ് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് അലിഗേറ്റർ ക്ലിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് മേക്ക് ചെയ്യണത് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇയറിങ്സും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ബീഡ് സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഹെയർ ബാൻഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് എൻഡ് ടേപ്പാണ് വരുന്നത്. പിന്നെ അതുപോലെ ഇത് ഗ്ലൂ ആണ് കേട്ടോ വരുന്നത് B7000. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു സ്റ്റോണും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഓപ്ഷണലാണ്, നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഇതുപോലെ മെറ്റൽ ബോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമേ തന്നെ റെഡ് കളറാണ് നമ്മളിതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആ പശ തേച്ചു അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്റ്റോൺ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അടുത്തൊരു ഷെയ്ഡ് നമ്മൾ യെല്ലോ കളറാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്തായിട്ട് വെക്കാനായിട്ട് പോകുന്നത്, ഇത് ഒട്ടി കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പശ ഒട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. പിന്നെ നമ്മൾ വേറൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഓരോരോ കളറുകൾ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അടുത്തായിട്ട് ഇതുപോലെ വൈറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു രീതി തന്നെ ഒന്നും വേണമെന്നില്ല കേട്ടോ. നമുക്ക് ഒരു ബീഡ് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതുപോലെ കളർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു 5 കളറാണ് ഞാനിതിൽ ഹെയർ ബാൻഡിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും സെറ്റ് ചെയ്തല്ലോ, ഇതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഈ ഒരു ലേസ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ലേസ് ഞാനിപ്പോൾ അതിൽ വെക്കുന്നില്ല. വീണ്ടും ഇതുപോലെ തന്നെ കളർ അറേഞ്ച് ചെയ്യുകയാണ് കേട്ടോ. ആദ്യം റെഡ് വെക്കും, പിന്നെ യെല്ലോ, പിന്നെ ബ്ലൂ, അതുപോലെ നമ്മൾ വീണ്ടും അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റുള്ളിൽ തന്നെ ഇത് സെറ്റാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത്രയും ടൈമും കൂടെ വേണ്ട കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോരോ കളറുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ബിസിനസ്സാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇതുപോലത്തെ ഹെയർ ബാൻഡ് മേക്കിംഗ് ഒക്കെ. കഴിഞ്ഞ തവണ നമ്മളിതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ സെറ്റ് എങ്ങനെയാണ് റേറ്റ് വന്നത്, ഈ ബീഡ്സുകളൊക്കെ അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങാനായിട്ട് കിട്ടുമോ, അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നു, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ നമ്മുടെ ആ ഒരു ഹെയർ ബാൻഡ് ഇവിടെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് സ്പേസ് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, അവിടെ നമ്മളിതുപോലെ ആ ഒരു സ്റ്റോണിൻ്റെ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുങ്ങനെ വെച്ച് കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി നല്ല ഭംഗിയാകും കാണാനായിട്ട്. അങ്ങനത്തെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലേസും കൂടെ കൂടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ എൻഡ് ടേപ്പും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് എൻഡ് ടേപ്പ് വരുന്നത്. അപ്പോൾ അത് 2 സൈഡിലായിട്ടും കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ പൊളിച്ചെടുക്കാവുന്ന ഒരു സംഭവമാണ് ഈ ടേപ്പ് വരുന്നത്. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനത്തെ നമ്മൾ 2 സൈഡിലായിട്ടും ഇതുപോലെ എൻഡ് ടേപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഹെയർ ബാൻഡ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാവുന്നതാണ്. ഇപ്പോൾ യെല്ലോ കളറോ അല്ലെങ്കിൽ റെഡ് കളറോ ബ്ലൂ കളറോ സ്കൈ ബ്ലൂ കളറോ അങ്ങനെ ഏത് ഡ്രസ്സിൻ്റെ കൂടെ മാച്ചായി പോകുന്നതായിരിക്കും കേട്ടോ കുഞ്ഞുങ്ങൾക്ക്. പിന്നെ നമ്മൾ അടുത്തത് സെൻറ്റർ ക്ലിപ്പാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സെൻറ്റർ ക്ലിപ്പിലും ഇതുപോലെ തന്നെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോരോ ബീഡ്സുകൾ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. 3 ബീഡ് സ്റ്റോണാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അത് നമ്മൾ ഹെയർ ബാൻഡിൽ സെറ്റ് ചെയ്തില്ലേ അതേ രീതിയിൽ തന്നെ ഓരോരോ കളറുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. 5 കളറുകളാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. റെഡ്, യെല്ലോ, അതുപോലെ തന്നെ നമ്മൾ ബ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു.
വൈറ്റ് സ്റ്റോണും പിന്നെ നമ്മൾ സ്കൈ ബ്ലൂ കളർ, അങ്ങനെ 5 കളറാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും നല്ല ഭംഗിയായിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അലിഗേറ്റർ ക്ലിപ്പിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അലിഗേറ്റർ ക്ലിപ്പിൽ നമ്മൾ ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ റെഡും അതുപോലെ തന്നെ യെല്ലോ ബീഡും ആയിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അതങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഒട്ടിക്കിട്ടാനായിട്ട് ആ ഒരു ഗ്ലൂ അതിലോട്ട് സെറ്റായി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. അങ്ങനെ 2 ക്ലിപ്പും നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇയറിങ്സ് ആയിരുന്നു. ഇയറിങ്സിൽ ഏത് കളർ നമ്മൾ കൊടുക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോൾ എന്തായാലും ബ്ലൂ കൊടുക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ ഡാർക്ക് ബ്ലൂ കളറാണ് കേട്ടോ. ആ ഒരു സ്റ്റോണാണ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് അതിൻ്റെ സ്റ്റഡ് വന്നിട്ട് അതിന് മുകളിലായിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു സ്റ്റോൺ, ഡാർക്ക് ബ്ലൂ സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 ഇയറിങ്സും അങ്ങനെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത്. ഈ സെറ്റ് എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല ഭംഗിയായിട്ട് നമ്മുടെ ആ ഒരു സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തത് സെറ്റാക്കാനായിട്ട് പോകാറുണ്ട്. അപ്പോൾ ഇതെന്തായാലും കുറച്ച് ടൈം എടുക്കും, അതവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. ഇനി നമ്മൾ ഇത് വേറൊരു രീതിയാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ 3 ബീഡ് സ്റ്റോൺ വെച്ചുകൊണ്ട് തന്നെ വേറൊരു ഹെയർ ബാൻഡ് നമ്മൾ മേക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മെറ്റൽ ബോ എടുത്തിട്ടുണ്ട്, അതിന് മുകളിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഡാർക്ക് ബ്ലൂ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റോണാണ് കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതൊരു 6 സ്റ്റോൺ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ സ്റ്റോണുകളായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കളർ തന്നെ വേണമെന്നില്ല കേട്ടോ, നമ്മൾ കസ്റ്റമർ എങ്ങനെയാണ് പറയുന്നത് അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവർക്ക് ബ്ലൂ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബ്ലൂ ആണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ 6 സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ ആ ഒരു സ്റ്റോണിൻ്റെ ലേസ് ഉണ്ടല്ലോ, അതും കൂടെയാണ് കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ എൻഡ് ടേപ്പും കൂടെ ഒട്ടിച്ച് കൊടുത്ത് നമ്മൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സെക്കൻഡ് ഹെയർ ബാൻഡ് ഇവിടെ റെഡിയാക്കി കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇത് നമുക്കിതുപോലെ എങ്ങനെ വേണമെങ്കിലും കളറുകളൊക്കെ അറേഞ്ച് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഇപ്പോൾ വൈറ്റും ബ്ലാക്കും സെറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ഹെയർ ബാൻഡ് മേക്ക് ചെയ്ത് കഴിഞ്ഞ് കാണാനായിട്ട് നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ബ്ലാക്കിന് പകരം നമുക്ക് ബ്ലൂ ചെയ്യാം, അതുപോലെ പിങ്ക് ചെയ്യാം, റെഡ് ചെയ്യാം, യെല്ലോ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്തു തരാം. നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ബ്ലൂ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഹെയർ ബാൻഡ് മേക്ക് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നത്. പിന്നെ ഇത് വേറൊരു കളർ കോംബോ ആട്ടോ വരുന്നത്. ഇപ്പോൾ ക്രിസ്മസിനൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ തലയിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ലൊരു കളർ ഷെയ്ഡാണ് വരുന്നത്, വൈറ്റ് ആൻഡ് റെഡ്. പിന്നെ അത് നമ്മളോട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ക്ലിപ്പും അതുപോലെ തന്നെ അലിഗേറ്റർ ക്ലിപ്പും ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ മേക്ക് ചെയ്തത് ഈ ഒരു 2 ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെ ജോലിയും തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ഇതിലും ഭംഗിയായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്ത ഒരു രീതിയിലല്ല, നമുക്ക് പലർക്കും പല രീതിയിലാണല്ലോ ഓരോരോ എന്താ പറയുക കഴിവുകൾ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ബീഡ് സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഹെയർ ബാൻഡുകളൊക്കെ മേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊരു സിമ്പിളായിട്ട് നമ്മൾ ചെയ്തതായിരുന്നു. ബ്ലൂവും അതുപോലെ തന്നെ ഇതിൻ്റെ റെഡും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു 2 ഹെയർ ബാൻഡ് മേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ, ഇതുവരെ നമ്മുടെ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. കോൾ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.